ഇതുവരെ സൈക്കിൾ പോലും എത്താത്ത ഒരു പ്രദേശത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ അടുത്തത്. കൊല്ലത്തെ മൺട്രോത്തുരുത്താണ് വികസനത്തിന്റെ വെളിച്ചമെത്താത്ത ഈ ഇരുണ്ട പ്രദേശം. കല്ലട ഡാം സൃഷ്ടിച്ച പരിസ്ഥിതി പ്രത്യാഘാതത്തിന്റെ ഇരകൾ കൂടിയാണ് തുരുത്ത് നിവാസികൾ. അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിലുള്ള തുരുത്ത് 13.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം, 13,000-ഓളം വരുന്ന ജനസംഖ്യ. ഇതാണ് മൺട്രോത്തുരുത്തിന്റെ ഭൂമിശാസ്ത്ര സംക്ഷിപ്തം. എന്നാൽ ചരിത്ര പരിണാമത്തിന് വിധേയമാകാത്ത പുരാവസ്തു പോലെയാണ് ഈ സ്ഥലം. ഇതുവരെ സൈക്കിൾ പോലും എത്താത്ത ഇരുണ്ട ഭൂതലം. കാരണം സൈക്കിൾ പോലും ഓടിക്കാനാകാത്തതാണ് മൺട്രോത്തുരുത്തിലെ നിരത്തുകൾ. വികസനം ഇവിടേക്ക് മാത്രം കടത്തുകടന്നെത്തിയില്ല. തടിപ്പാലം മൊത്തം വെള്ളത്തിലായിരിക്കുക, പൊട്ടാളുകൾ വീഴുക, ആശുപത്രി കൊണ്ടുപോവുക. അത് എന്തുകൊണ്ട് ഇവിടെ ജയിക്കുന്ന ഒരാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യത്തിന് അണിവ് കൂടുന്നല്ലോ. എന്ത് പാവപ്പെട്ടവനല്ലേ ഇത് വലുതാക്കി കൊടുത്തേ, എന്നിട്ട് ശ്രദ്ധിക്കാത്ത കാര്യം എന്താ? അവർ തമ്മിൽ അണിവ് കൂടി നശിപ്പിച്ചാൽ മതിയോ? അത് ഇനി ഉണ്ടാക്കണ്ട കമ്മ്യൂണിസം. മതപരിവർത്തനത്തിനെത്തിയ മൺട്രോ സാഹിബിന് തിരുവിതാംകൂർ രാജാവ് പതിച്ചു നൽകിയ പ്രദേശമാണിത്. സ്ഥലത്തിനു പുറമെ തെങ്ങിനും കരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ മൺട്രോ സാഹിബിനെ കായലിൽ മുക്കിയ സമരചരിത്രവും ഈ നാടിനുണ്ട്. കാലാന്തരത്തിൽ ഈ ദ്വീപ് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടാൻ തുടങ്ങി. ജലഗതാഗതം പ്രബലമായിരുന്ന കാലയളവിൽ വ്യാപാര കേന്ദ്രമായി തുരുത്ത് മാറി. അന്ന് പ്രധാന വിപണന കേന്ദ്രമായിരുന്ന ആലപ്പുഴ തുടങ്ങിയ മേഖലയിൽ പോകണമെങ്കിൽ അങ്ങ് തെന്മലയോ അല്ലെങ്കിൽ അടൂരോ ഉള്ളവരെല്ലാം ഏതെങ്കിലും കല്ലടയാറിൽ വന്നിട്ട് വള്ളങ്ങൾ കയറ്റി ഈ പ്രദേശത്തൂടെ അഷ്ടമുടിക്കായൽ കടന്നാണ് പോകേണ്ടിരുന്നത്. അന്നതിനാൽ ഈ ഹൗസ് ബോട്ടുകൾ കെട്ടുവള്ളങ്ങളൊക്കെ പോകുമ്പോൾ അവർക്ക് ചായ കുടിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടി അടുക്കുന്ന ഒരു പ്രദേശമായിട്ട് ഒരു ചെറിയ വാണിജ്യ കേന്ദ്രമായിരുന്നു മൺട്രോത്തുരുത്ത്. വികസന മുന്നേറ്റത്തിന്റെ പുതിയ കാലത്തിൽ വ്യാപാരത്തിന്റെ ജലപാതകൾ നശിച്ചു. എന്നാൽ ഉപരിതല ഗതാഗതത്തിന്റെ പാലങ്ങളും റോഡുകളും എത്തിയില്ല. അങ്ങനെ മൺട്രോത്തുരുത്ത് വർത്തമാനകാലത്തിൽ നിന്ന് വിച്ഛേദിതമായി. എല്ലാ വികസന സ്വപ്നങ്ങളും കടവിൽ പകച്ചു നിന്നു. തടിപ്പാലമായിരുന്നു. അതൊക്കെ കലങ്കുകളായിട്ട് ചെറിയ കലങ്കുകളായിട്ട് പിന്നെ മാറ്റിപ്പടിഞ്ഞു. അപ്പോൾ തന്നെ ഈ തടിപ്പാലത്തിൽ നിന്നും പിന്നെ കലങ്കിലേക്ക് വന്നപ്പം അത് ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമാണ്. കാരണം നടന്നു പോകുന്നതിന് അത് ഈ കണ്ട 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഇതല്ല. ഇപ്പോൾ അത് ഓരോന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലട ഡാമിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതത്താൽ തകർന്നുപോയ സാമ്പത്തിക ചരിത്രമാണ് മൺട്രോത്തുരുത്തിനുള്ളത്. തെങ്ങ്, ചെമ്മീൻ, മത്സ്യബന്ധനം എന്നിവയായിരുന്നു തുരുത്തു നിവാസികളുടെ ഉപജീവന മാർഗം. മഴക്കാലത്ത് ഇവിടേക്ക് പുഴവെള്ളം കയറി വരുമായിരുന്നു. അങ്ങനെ വന്നടിയുന്ന എക്കൽ തെങ്ങുകളെ ഫലസമ്പന്നമാക്കി. എന്നാൽ കല്ലട ഡാം വന്നതോടെ എക്കൽ അടിയുന്നത് നിലയ്ക്കുകയും തെങ്ങുകൾ നശിച്ചു പോവുകയും ചെയ്തു. ഈ കല്ലട ഡാം മൺട്രോത്തുരുത്തിന് ഒരു ശാപമാണെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. കേര കൃഷിക്ക് വർഷത്തിൽ 1-2 തവണ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കം മൂലം മുകളിൽ നിന്നൊരു സ്ലിറ്റ് വന്ന് തെങ്ങിൻ മൂട്ടിലടിയുകയും ഇത് പ്രകൃതിയാ തന്നെ ഒരു വളമായി മാറുകയും ചെയ്യുന്നു. അത് കാരണം നല്ല രീതിയിൽ തെങ്ങ് കായ്ഫലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വെള്ളപ്പൊക്കവുമില്ല, വളവുമില്ല. വളം ചേർക്കാനായിട്ടുള്ള സാമ്പത്തികമായി തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല. ഇന്നും 3 രൂപയ്ക്കും 2 രൂപയ്ക്കുമാണ് തേങ്ങ വിൽക്കുന്നത്. 4-5 വർഷം മുമ്പ് ഈ തേങ്ങയ്ക്ക് 5-6 രൂപ ഉണ്ടായിരുന്നു. അത് കാരണം കേര കർഷകരെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. കായലിലെറിഞ്ഞ വലകൾ ഇങ്ങനെ ശൂന്യമാകാൻ കാരണവും കല്ലട ഡാമാണ്. ഡാം വരുന്നതിന് മുൻപ് പുഴമീനുകൾ മുട്ടയിടാൻ ഇവിടേക്ക് വരുമായിരുന്നു. എന്നാൽ ഓര് വർദ്ധിച്ചപ്പോൾ പുഴമീനുകൾ ഇറങ്ങിപ്പോയി. കായൽ മരുവൽക്കരിക്കപ്പെട്ടു. മത്സ്യബന്ധന തൊഴിലാളികൾ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. വൈറസ് രോഗത്തെയും സർക്കാർ അനാസ്ഥയെയും നേരിടാനാകാതെ ചെമ്മീൻ കർഷകർ പിൻവലിഞ്ഞു. 300 ഏക്കറോളം ചെമ്മീൻ പാടം തരിശായി. 200ഓളം ചെമ്മീൻ കർഷകർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. കല്ലട ഡാം വന്നോടം മുതൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കും പിന്നെ കരകളിൽ നിന്നുള്ള ആ മാലിന്യങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ മത്സ്യം കുറവഞ്ഞു. അതുകൊണ്ടിപ്പം
മറ്റിപ്പോൾ അഷ്ടമുടി കായലിനെ കല്ലടയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ശരിക്ക് ജനങ്ങൾ ഉണ്ടായിരുന്നു, മത്സ്യബന്ധനങ്ങളിൽ തന്നെ. അതെല്ലാം തന്നെ അങ്ങ് മന്ദഗതിയിലൊക്കെ ആയി അവരോരോരോ കൺസ്ട്രക്ഷൻ വർക്കുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഗതാഗത പ്രശ്നമാണ് തുരുത്ത് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി. പാലമില്ലാത്തതിനാൽ തുരുത്തിന്റെ പല ഭാഗങ്ങളിലും വാഹനമെത്തിയില്ല. കടത്തുവള്ളം മാത്രമാണ് ഏക ആശ്രയം. അതിനും മണിക്കൂറുകൾ കാത്തിരിക്കണം. ജോലിക്ക് പോകണമെങ്കിൽ പുലർച്ചെ 5 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങണം. ഇതുവഴിയുള്ള ബോട്ട് സർവീസ് നിലച്ചിട്ട് പതിറ്റാണ്ടിലേറെയാണ്. അങ്ങനെ തുരുത്തു നിവാസികൾ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ ജലഗതാഗത അതോറിറ്റി തുടങ്ങിയ കാലത്തുണ്ടായിരുന്നതാണ് കൊല്ലം കടപ്പുഴ ബോട്ട് സർവീസ്. ഒരുപാട് ടൂറിസ്റ്റുകളെയും ഒക്കെ ആകർഷിച്ചിരുന്ന ആ ബോട്ട് സർവീസിൽ നിന്ന് നിലച്ചിട്ട് 12 വർഷമായി. നിയമസഭയിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടും ഇതുവരെ അതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി കൊല്ലം കടപ്പുഴ ബോട്ട് സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയ്ക്കും അതുപോലെ ഇവിടെ പ്രായമായ സ്ത്രീകൾക്കൊക്കെ കൊല്ലത്ത് ആശുപത്രിയിലൊക്കെ പോകുന്നതിന് വളരെ സൗകര്യമായിരിക്കും. തുരുത്തിലെ ഇടത്തോടുകൾക്ക് കുറുകെയുള്ള പാലങ്ങളുടെ അവസ്ഥ ഇതാണ്. കോൺക്രീറ്റ് പാളികൾ അടർന്നുപോയി. സ്വയം അപായ സൂചകമായി മാറിയ പാലങ്ങൾ. കലുങ്ങുകൾക്ക് മുകളിൽ തെങ്ങുതടിയിട്ടാണ് ഇപ്പോൾ സഞ്ചാരം. ജീവഭയത്തോടെയാണ് തുരുത്തിലെ നിവാസികളുടെ ഓരോ കാൽവയ്പും. ഒരു 5 മണിക്ക് നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഒരു 5 മണിക്ക് പോയെങ്കിൽ മാത്രമേ 8 മണി 8:30 ആകുമ്പോഴെങ്കിലും പണി സൈറ്റിൽ ചെല്ലാൻ സാധിക്കത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു കടത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ ദൂരം നടന്നു വേണം ആ ബസ് കയറുന്നിടത്ത് തന്നെ ചെല്ലാൻ. പിന്നെ ഈ കടത്ത് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു 1.5 കിലോമീറ്ററുകളൊക്കെ നടന്നു വേണം കടത്തുകടയിൽ വരാൻ. കടത്തുകടയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കടത്തുകാരൻ കാണത്തില്ല, അല്ലെങ്കിൽ വള്ളം അക്കരയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും വള്ളം ഇക്കരയ്ക്ക് വരാൻ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ട്. മഴക്കാലമായാലും വേലിയേറ്റം വന്നാലും തുരുത്തിൽ വെള്ളപ്പൊക്കമാണ്. വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇതിനെ മറികടന്ന് വേണം കൊച്ചുകുട്ടികൾ വരെ സ്കൂളിൽ പോകാൻ. വെള്ളപ്പൊക്കം മൂലം പഠനം മുടങ്ങുന്ന അവസ്ഥയുമുണ്ട്. ഭീതിയാണ് ഇവരുടെയൊക്കെ സ്ഥായീഭാവം. മൂന്ന് വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള പൊടി കൊച്ചുങ്ങളാണ് പഠിക്കാൻ വരുന്നത്. ഇവിടുത്തെ ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ വേലിയേറ്റം വന്നാൽ കൊച്ചുങ്ങളെ നീന്തി, സാറന്മാരും കൊച്ചുങ്ങളും നീന്തിയാണ് പോകേണ്ടത്. നടന്നു പോകത്തക്ക മാർഗം വരെ ഇല്ല. പണ്ട് ഇവിടെ തടിപ്പാലങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലാബുകളുണ്ടായി, കലുങ്കുകളുണ്ടായി. അതെല്ലാം വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇടിഞ്ഞിട്ട് വീണ്ടും തടിപ്പാലമായിരിക്കുക. തുരുത്തിലെ ഏക സ്കൂളാണ് പെരിങ്ങാലം ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ സ്കൂളിൽ ഷെഡിലാണ് പഠനം നടക്കുന്നത്. തുരുത്തിലേക്ക് യാത്രാ സൗകര്യമില്ലാത്തതിനാൽ സർക്കാർ നിർദ്ദേശിച്ച തുകയ്ക്ക് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനാവില്ല. അതുകൊണ്ട് 4 ലാബുകൾ ഒരു മുറിയിൽ പ്രവർത്തിക്കുന്നു. കുട്ടികൾ ശ്വാസം മുട്ടിയിരിക്കേണ്ട ദയനീയ അവസ്ഥ. ഈ യാത്രാ സൗകര്യത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ ഹയർ സെക്കൻഡറിയുടെ യാതൊരുവിധ ഭൗതിക സാഹചര്യങ്ങളും ഇല്ല. 2004 തുടങ്ങിയതെങ്കിലും കേരളത്തിലെ ഇങ്ങനെയൊരു സ്കൂൾ കാണുമെന്ന കാര്യം വളരെ സംശയമാണ്. കാരണം നമുക്ക് യാതൊരു സൗകര്യമില്ല. അന്ന് എങ്ങനെയാണോ തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഷെഡിലാണ് കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ അവർക്ക് അതൊക്കെ നമുക്ക് ഡിസിപ്ലിനെ ഒത്തിരി ബാധിക്കും. ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് രണ്ടാമത് അധ്യാപകരുടെ വരവ്. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് അധ്യാപകർ വരുന്നത്. അക്കരെ ഞങ്ങൾ വരുന്നത്, ഞങ്ങൾ നടന്നു പോകുമ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചവിട്ടി തേച്ച് പോകുമ്പോൾ മറിഞ്ഞ് വീഴാറുണ്ട്, പലപ്പോഴും തൂട്ടി വീണിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടനുസരിച്ച് ഞങ്ങൾ പോകുന്നത്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വെള്ളം പൊങ്ങി കിടക്കത്തേ ഉള്ളൂ. അത് തന്നെ വലിയൊരു കാരണം. ഞങ്ങൾ പാൻ്റെല്ലാം ചുരുട്ടി വെച്ചാണ് ഇവിടെ ഇതുവഴി നടന്നു പോകുന്നത്. തുരുത്തിലാകെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണുള്ളത്. ഇവിടെ ഡോക്ടർ വല്ലപ്പോഴും മാത്രം എത്തുന്ന അതിഥിയാണ്. കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമുണ്ടെങ്കിലും PHC പരാധീനതയിൽ ഉഴറുകയാണ്. ആർക്കെങ്കിലും അടിയന്തര ചികിത്സ വേണ്ടി വന്നാൽ കടത്തുകടന്ന് മണിക്കൂറുകൾ നടന്നു വേണം ആശുപത്രിയിലെത്താൻ. പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നാൽ ആയുസുണ്ടെങ്കിൽ മണിക്കൂറോളം കഴിയുമ്പം കൊണ്ടുപോയി രക്ഷപ്പെടുത്താം. ഒരു അറ്റാക്കൊക്കെ വന്നാൽ സാധാരണ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. വള്ളത്തെ കയറ്റി ബസ് വരുന്നിടത്ത് കൊണ്ടുപോയി ബസ് കയറ്റി ആശുപത്രിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ കാർ പിടിച്ച് ആശുപത്രിയിൽ എത്തിക്കണം.
ഒരു വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് 2 മണിക്കൂറൊക്കെ ആകും. മൺട്രോ തുരുത്ത് വികസന ചരിത്രത്തിൽ നിന്ന് ജലത്താൽ വേർപെട്ടു പോയിരിക്കുന്നു. അവരുടെ വിലാപങ്ങൾ കായലിനുമപ്പുറം അധികാരികളുടെ ചെവിയിലെത്തിയില്ല. സൈക്കിൾ പോലും എത്താത്ത ഒരു മേഖലയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ടു ജീവിക്കുന്നു, ആരുടെയും പരിഗണന വിഷയമാകാതെ.